ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം കേരളത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ നടുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഈ സംഭവത്തിലുള്ള ദുഃഖവും അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും പ്രകടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലും ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ളൊരു സംഭവം നടന്നു. കേരളത്തിലെ ഈ മേഖല, തൃശ്ശൂർ പാലക്കാട് ജില്ലയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ മേഖല ഈ തരത്തിലുള്ള നിരവധി സംഭവങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പുറ്റിങ്ങൽ ദുരന്തം ഉൾപ്പെടെയുള്ള നിരവധി ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിട്ടുണ്ട്. സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ തുടർന്ന് സർക്കാരുകൾ അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്താറുമുണ്ട്. പക്ഷേ അന്വേഷണങ്ങൾക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് സർക്കാരുകൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം, അതെത്ര വലിയ സഹായധനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ളതിനപ്പുറത്തൊന്നാവുന്നില്ല. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പടക്ക നിർമ്മാണ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ അന്വേഷണങ്ങളിലെ ശുപാർശകൾ, ആ ശുപാർശകൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ശുപാർശകളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ PS ഗോപിനാഥൻ കമ്മീഷനാണെങ്കിലും പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിച്ച PS ഗോപിനാഥൻ, അതുപോലെയുള്ള നിരവധി അന്വേഷണങ്ങൾ, ഇതിലൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പരിഹാരമാർഗങ്ങൾ, ആ പരിഹാരമാർഗങ്ങൾ എന്തുകൊണ്ട് നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, സർക്കാർ കുടുംബങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള പരിക്കുപറ്റിയവരുടെ ഒക്കെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിനോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കൈക്കൊള്ളണം എന്നുള്ളതാണ്. ചില വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു വ്യവസായ മേഖല ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ്, പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ഈ സംഭവം സർക്കാരിലുള്ള അധികാരികളെ ഉണർത്തുന്ന ഒരു സംഭവമായിട്ട് അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബാംഗങ്ങളോടുള്ള അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തെയും മറ്റ് പ്രദേശങ്ങളിലെയുമൊക്കെ ഈ സംഭവത്തിൽ ആശങ്കയിലുള്ള ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുണ്ടാകണം. ഏതാണ്ട് 10-13ഓളം ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണോ അല്ലയോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോഴും. കാരണം എത്ര പേർ അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ ആരുടെ പക്കലുമില്ല. ആകെ വാങ്ങിയ ചോറുപൊതിയുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ, ഇതുപോലെയുള്ള ഒരു സംരംഭത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഈ യുഗത്തിന് ചേരുന്നതല്ല. പരിഷ്കൃത സമൂഹത്തിൽ കേരളം പോലെയുള്ള പുരോഗതി പ്രാപിച്ച ഒരു പ്രദേശത്തിന് യോജിച്ചതല്ല. അതിന് ഉതകുന്ന തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. എല്ലാവരുടെയും ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഞാനും വ്യക്തിപരമായും പങ്കുചേരും.
ആഘോഷം എങ്ങനെ വേണം, പൂരം എങ്ങനെ നടത്തണം എന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ദുരന്തത്തിൽ ഇരയായിട്ടുള്ള ആളുകളെയും ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണാനും മനസ്സിലാക്കാനുമാണ്. പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധമുള്ള പൂരപ്രേമികളായിട്ടുള്ള ആളുകളും ദേവസ്വങ്ങളും സർക്കാരും ഒക്കെ ചേർന്നിട്ട് തീരുമാനമെടുക്കും.